അവതാരകനും നടനുമായ രാജേഷ് കേശവിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. രാജേഷ് ശ്വാസമെടുത്ത് തുടങ്ങിയതായി മെഡിക്കൽ ബുള്ളറ്റിനിലുണ്ട്. കൊച്ചി ക്രൗൺ പ്ലാസയിലെ ഒരു പരിപാടിക്കിടെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാജേഷ് കേശവ് കുഴഞ്ഞു വീണത്. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. ICUവിലാണ് ഇദ്ദേഹം രാജേഷ് ഉള്ളത്. എന്തായാലും വളരെ വേഗം അദ്ദേഹം സാധാരണ നിലയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥനയുമായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രതാപനെ പോലുള്ള ആളുകൾ ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ്. അതിനുശേഷം കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുന്നു. അഭിനന്ദ് പറയൂ. SKN രാജേഷ് കേശവിനെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഒരു പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയും പിന്നീട് കൊച്ചി ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ വെന്റിലേറ്ററിൽ ആയിരുന്നു. ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ബന്ധുക്കൾക്കും ഡോക്ടർമാർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനനുസരിച്ച് ഇപ്പോൾ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ട്രക്യോട്ടോമി എന്ന് പറയുന്ന ഒരു സർജറിക്ക് ശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ടും ശ്വാസം എടുക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ വെന്റിലേറ്റർ സപ്പോർട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉടൻ നടത്താമെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നുണ്ട്. EEG, ECG അടക്കമുള്ള കാര്യങ്ങൾ ഇനി നാളെ ആയിരിക്കും പരിശോധിക്കുക. പരിശോധനയ്ക്ക് ശേഷം മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ICUവിലേക്ക് മാറാൻ കഴിയുമെന്നാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൽ പറഞ്ഞത്. ഏറെ ആശങ്കകൾ സിനിമാ ലോകത്തിനെമ്പാടും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിലുള്ളതാണ്. നേരത്തെ ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പെട്ടെന്നാണ് ഒരു പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ആരോഗ്യനിലയിൽ ഇപ്പോൾ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. ഉടൻ തന്നെ പുരോഗതി ഉണ്ടാകുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. SK. ഓക്കെ, എന്തായാലും സുഹൃത്തുക്കളും അദ്ദേഹത്തിന് അടുത്തറിയാവുന്നവരും ഒക്കെ വലിയ പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ്. നല്ല അവതാരകനും നല്ലൊരു നടനുമാണ് രാജേഷ് കേശവ്. അതുകൊണ്ട് തന്നെ രാജേഷിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം രാജേഷിന് ചുറ്റും പ്രാർത്ഥനയുമായി കഴിയുകയാണ്. വളരെ വേഗത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങി വരട്ടെ എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.